വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപേ തന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും സേഫായിട്ടിരിക്കുക. മഴയുടെ ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്, വല്ലാതെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും. എല്ലാവരും സേഫായിട്ടിരിക്കണം എന്ന് ഒന്നുകൂടെ പറയണം കേട്ടോ. നമ്മുടെ മനസ്സ് ഒത്തിരി വേദനിച്ചിരിക്കുമ്പോഴൊക്കെ ഞാൻ ശരിക്കും ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഡൈവേർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു മൈക്രോ ഗ്രെയിൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനും ആണല്ലോ, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് നമ്മളുടെ കൊക്കനട്ട് വാങ്ങിച്ചു കൊണ്ടിരുന്ന ആ ഒരു ബോക്സസ് ഉണ്ടാവുമല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ ഒത്തിരി ഉണ്ടാവും കേട്ടോ, ഇത് അധികം കളയലല്ലേ. അപ്പോൾ ഞാനത് കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു പ്ലാൻ എനിക്ക് കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ. മുൻപ് കൃഷി ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയൊരു റിലാക്സേഷൻ ആയിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതിന് സ്ഥലവും ഇല്ല, അതിനുള്ള സമയവും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് ചെടികളൊക്കെ ഞാനിവിടെ വളർത്തുന്നുണ്ട്. അപ്പോൾ കുറച്ച് മണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളുടെ ബാൽക്കണി വളരെ ചെറുതാണ്, അപ്പോൾ അവിടെ ഞാൻ ആവുന്ന പോലെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടുത്തെ ചൂടിൽ പുറത്ത് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ എൻ്റെ മണി പ്ലാന്റൊക്കെ ഒത്തിരി കരിഞ്ഞു പോയി കേട്ടോ. ഞാൻ കുറച്ച് അതിനൊക്കെ സേഫായിട്ട് വെക്കാനായിട്ട് അകത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി വീണ്ടും നടാലോ, ഈ ഒരു ക്ലൈമറ്റ് ശരിയാക്കുമ്പോൾ അങ്ങനെ നടാലോ എന്നുള്ള ഇതിൽ. അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ അകത്ത് തന്നെ വെച്ചിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ട്രേ ഒക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച് അതിലേക്ക് ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മണി പ്ലാന്റിനെ എനിക്ക് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നുന്നു, അത്രയും തിക്കായിട്ട് വന്നതായിരുന്നു കേട്ടോ. എന്നാലും സാരമില്ല, നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പോൾ ഇതായിപ്പോൾ ഞാൻ ഈ ഒരു ട്രയൽ എല്ലാം സെറ്റ് ചെയ്ത് നോക്കുകയാണ്. ഞാൻ മണ്ണിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. സാധാരണ ടിഷ്യൂ പേപ്പറിൽ ചെയ്താലും നന്നായിട്ട് വരും, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ക്ലൈമറ്റ് ഭയങ്കര മോശമാണ്, ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് ചിലപ്പോൾ നശിച്ചു പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ മണ്ണിൽ തന്നെ ചെയ്യുന്നത്. ഒട്ടും സൂര്യപ്രകാശം ഇല്ലാതെ തന്നെ ചെയ്തെടുക്കാനുള്ളൊരു ഇതാണ് കേട്ടോ ഞാൻ നോക്കുന്നത്. പുറത്ത് വയ്ക്കാൻ ഒരു നിവൃത്തിയില്ല, കരിഞ്ഞു പോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഞാൻ കുറച്ച് അധികം ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ബോക്സിലുള്ളത് നമുക്ക് ഒരു ടൈമിൽ കിട്ടുന്ന തരത്തിലാണ് കേട്ടോ ഞാൻ ചെയ്തത്. ഞാൻ 2 രീതിയിൽ നോക്കുന്നുണ്ട്. ഒന്ന്, ഞാൻ ഇതുപോലെ അടിയിൽ മാത്രം മണ്ണിട്ടിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തത് അടിയിൽ മുകളിൽ മണ്ണിട്ടിട്ട് നോക്കുന്നുണ്ട്. ഈ അടിയിൽ മാത്രം മണ്ണിട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഒരു പേടി എന്തായിരുന്നു വെച്ചാൽ ഈ മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്കേ നനച്ച് കൊടുക്കേണ്ടി വരും. അതായത് 3 നേരമൊന്നും മതിയാവില്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്കേ ഒന്നിങ്ങനെ വെള്ളം കുടഞ്ഞു കൊടുക്കേണ്ടി വരും. അല്ലാതിരിക്കുമ്പോൾ മുകളിലത്തെ ഭാഗം ഭയങ്കര ഡ്രൈ ആയിട്ട് അത് കത്തിപ്പോകുന്ന പോലെ തന്നെ ആയി പോകുന്നത്, ഉണങ്ങിപ്പോവാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുകളിൽ മണ്ണിട്ടിട്ട് നോക്കിയത്. അങ്ങനെയുള്ളത് കുറച്ചും കൂടെ സുഖമായിട്ട് വരുന്നത് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് മറ്റേത് മുഴുവൻ കളയേണ്ടി വരുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ കിച്ചണിൽ തന്നെ വെച്ചതുകൊണ്ടുള്ളൊരു ഉപകാരം എന്തായെന്ന് വെച്ചാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്കേ നോക്കി നനച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ അപ്ഡേഷൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പം വരയ്ക്കേണ്ട ഒരു ഭാഗത്തിലേക്ക് ഞാൻ കുറച്ചുകൂടെ വളരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം മൈക്രോ ഗ്രീൻസ് എന്ന് വെച്ചാൽ 2 ഇലകളുടെ ഭാഗം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്തെടുത്തിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ കുറച്ചുകൂടെ ഹൈറ്റ് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് 2 ഇല ഭാഗത്ത് തന്നെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്നാലും കുറച്ചും കൂടെ അത് എല്ലാം ഒന്ന് വളർന്നു വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം തന്നെ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഉലുവയും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഉലുവ കുതിർത്ത് വെച്ചത് ഞാൻ തലയിൽ തേച്ചു, മറ്റൊന്നും കണ്ടല്ല. ഉലുവ മുളച്ച് വരുന്നുണ്ടായിരുന്നില്ല പിറ്റത്തെ ദിവസം ആയപ്പോഴേക്കും. കുറച്ച് പഴകിയതാണോ എന്ന് എനിക്കൊരു സംശയം തോന്നി. പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ മണ്ണെടുത്തത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് എന്തായാലും കുതിർത്ത് വെച്ചതല്ലേ, നമുക്ക് ഹെയർ കെയറിന് നല്ലതാണല്ലോ. എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആയിരുന്നു ഈ ഉലുവയുടെ വെള്ളം എന്ന് പറയുന്നത്. അരച്ച് തേക്കലൊക്കെ എനിക്ക് പണിയായിരുന്നു, കാരണം പെട്ടെന്ന് നീരിറങ്ങുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഞാൻ ഉലുവയുടെ വെള്ളം ഒരു 10 മിനിറ്റൊക്കെ തലയിൽ ആക്കിയിട്ട് ഞാൻ കുടിക്കുമ്പം എനിക്ക് പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാറുണ്ട്, റീഗ്രോത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ രീതിയായിരുന്നു ഞാൻ ചെയ്യാറ് കേട്ടോ. അതുകൊണ്ട് അത് ഞാൻ അടിച്ചു മാറ്റി. എന്നാലും ഞാനത് 1.5 ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വെള്ളം മാറ്റി മാറ്റി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ യൂസ് ചെയ്യാനായിട്ട് പറ്റും, കണ്ടിന്യൂ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ വെള്ളം മാറ്റി മാറ്റി എടുക്കണമെന്ന് മാത്രം. അപ്പോൾ ഞാനിത് ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഓരോ രീതിയിൽ അറേഞ്ച് ചെയ്ത് നോക്കുന്നുണ്ട്. ഇത് ആ ഒരു ദിവസത്തേതാണ്, അതായത് നമ്മൾ കുതിർത്ത് വെച്ച് പിറ്റത്തെ ദിവസമാണ് ഞാനിത് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ പിറ്റത്തെ ദിവസത്തെയും കൂടെ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ടെൻഷനായി. എന്നാലും ഇടയ്ക്കൊക്കെ മുള വന്നിട്ട് കണ്ടപ്പോൾ ഒരു സമാധാനം തോന്നി. മണ്ണ് മുകളിൽ ഇടായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചെയ്തത് തെറ്റായി പോയോ എന്നൊക്കെ ഉള്ളത്. മൈക്രോ ഗ്രീൻസ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പുറത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കൃഷി ചാനൽ, എൻ്റെ കൃഷി എന്ന് പറയുന്ന നമ്മളുടെ കൃഷി ചാനൽ നമ്മളത് അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. പക്ഷേ ഇത് ഇന്നത്തെ അപ്ഡേഷനാണ് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മുളച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഈ കളറിൻ്റെ എല്ലാം ഒരു വ്യത്യാസം കാണുന്നില്ലേ നിങ്ങൾ? തളിര് പച്ച മാത്രമാണുള്ളത്. ഇത് നിങ്ങൾ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡാർക്ക് ഗ്രീനിൽ കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ആ കൃഷിയുടെ ചാനലിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്.
അതിൽ നല്ല തിക്കായിട്ട് നല്ല ഹെൽത്തി ആയിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മൾ അകത്ത് വെച്ചാൽ ഇതേപോലെ തന്നെയാണ് ഉണ്ടാവുക. കുറച്ച് സൂര്യപ്രകാശം കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, കുറച്ചുകൂടെ കളറ് ഡാർക്കായിട്ട് വരും. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ മിക്ക ചെയ്തവരുടേതൊക്കെയും ഈ ഒരു രീതിയിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇനി കുറച്ചുകൂടെ വളരട്ടെ, എന്നിട്ട് അതും കൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ.